കള്ളു കുടിക്കിച്ച് നടക്കുന്ന മനുഷ്യനാണെന്ന് വിചാരിക്കുക. അവനൊരു മുസ്ലിമായി ഉമ്മാക്കും വാപ്പാക്കും പിറന്നു, ഓൻ ജന്മത്തെ നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക. ഹുക്കുമെന്താ? അവൻ കാഫിറാവോ? അവൻ ആസിയാണ്, അവൻ തെറ്റ് ചെയ്ത മനുഷ്യനാ. മുസ്ലിമല്ലേ? മുസ്ലിമാണ്. എങ്ങനെ അവൻ പറയണം ഞാൻ എക്സ് മുസ്ലിമാണ്, ഞാൻ പോയിട്ടുണ്ട്, അവിടെ പിന്നെ തീർന്നു. നിഷേധിക്കാത്ത കാലത്തോളം അവൻ നിസ്കരിച്ചില്ല, നോമ്പ് നോറ്റില്ല എന്നൊക്കെ ശരിയാണ്. സർവ്വ കുരുത്തക്കേടും ചെയ്തിട്ടുണ്ട് എന്നതും ശരിയാണ്. മരിച്ച മയ്യത്ത് നിസ്കരിക്കണ്ടേ? എന്താ ഹുക്മ്? മയ്യത്ത് നിസ്കരിക്കണം. എന്തേ? ഫഹുവ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ. വഹിസാബുഹു അലല്ലാഹ്, നാളെ രക്ഷപ്പെടൂല്ലേ? അത് അല്ലാഹുവിന്റെ അടുത്തുള്ള കാര്യം, നമ്മൾ ആരും തീരുമാനിക്കേണ്ട കാര്യമില്ല. ആൾ മുസ്ലിമാണോ? മുസ്ലിമാണ്. ആ മനുഷ്യന് പോലും നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ. എത്ര തെറ്റ് ചെയ്ത് നടക്കുന്ന മനുഷ്യനാണെങ്കിലും അവൻ നന്നാവണം. പടച്ചോനെ, അവനെ നീ സ്വീകരിക്ക റബ്ബേ, അവന് ഹിദായത്തിന്റെ വഴി നീ കൊടുക്കു പടച്ചോനെ, അവനെ നീ സ്വീകരിക്കണേ, അവനെ നീ പൊരുത്തപ്പെടണേ റബ്ബേ എന്ന് ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരാറുണ്ടോ? എങ്കിൽ നമ്മൾ ഒന്നാം തരം മുസ്ലിമീങ്ങളാണ്. ഇസ്ലാമിന്റെ ഷിആർ എന്ന് പറയുന്നത് ഈ നസീഹത്താണ്. ഓരോരുത്തർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കലാണ്. ഈ ആഗ്രഹം പോയിട്ട് വെറുപ്പായിട്ട് മാറി എന്താവും? മുസ്ലിമീങ്ങളെ കാണുമ്പോൾ തന്നെ അവരെ വെറുപ്പ്. നസീഹത്ത് വേണമെന്നാ പറഞ്ഞത്. പിശാച്ച് നമ്മളെ വഴിതെറ്റിക്കാൻ ഇടവരുത്തല്ലേ. പിശാച്ച് നമ്മളെ എടുത്ത് റാഞ്ച് കൊണ്ടുപോകും. ദീൻ അവിടെ വെച്ചിട്ട് വേറെന്തിന്റെയൊക്കെയോ പിന്നാലെ നമ്മൾ ഓടുന്ന അവസ്ഥ വരും. മുസ്ലിം, ഇത് ദീനിന്റെ അടിസ്ഥാനമാണ്. ഓരോ മുസ്ലിമിനും നന്മ വരണം എന്ന് ആഗ്രഹിക്കണം. അതാണ് അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറയുന്നത് ഗുണംകാംക്ഷിക്കലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞ ഇങ്ങനെ എക്സിറ്റ് അടിച്ച് കൊടുക്കലല്ല, പുറത്താക്കലല്ല. ഇത് പോയി ഇത് പുറത്ത്, ഇത് പുറത്തില്ല. പിന്നെ ആരുണ്ടാവും അവിടെ? നമ്മൾ അകത്തേക്ക് ദഅവത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കാൻ പറയുന്ന വാക്കാ ദഅവത്ത്. വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കുന്ന വാക്കാണ് ദഅവ. ഒരു ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഈ ദീനിലേക്ക്, സമസ്തയിലേക്ക്, അഹ്ലുസുന്ന വൽ ജമാഅത്തിലേക്ക് ഒരു മനുഷ്യരെ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികളാകുന്നത്. തങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ നസീഹത്തിന്റെ ചിന്തകൾ നമ്മളിൽ വേണം. ഇതൊക്കെ നമ്മൾ ഹദീസിൽ കിടക്കും ചെയ്യാം, നമ്മൾ വേറെ ഏതോ ലോകത്തോടും ചെയ്യാം. ഇതെന്ത് കാര്യം? നമ്മളിലാണിത് വേണ്ട.